ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഴിയടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും കോഴിക്കോട്, തൃശ്ശൂർ, പൊന്നാനി ആ ഒരു ഭാഗത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാസർഗോഡ് വളരെ കുറവാണ് കേട്ടോ ഈ ഒരു കോഴിയട. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല ഉണ്ടാക്കിയിട്ട്, പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഇത് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, സംഭവം നല്ല ക്രിസ്പിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കുറേ നാൾ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ കൂടുതലും. ഒരു 2-3 പീസ് മാത്രമേ ഉള്ളൂ ബോണോട് കൂടിയിട്ടുള്ള, ബാക്കിയൊക്കെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് 350 ഗ്രാമോളം എടുത്താൽ മതി. അപ്പോൾ നല്ല പാകത്തിനുള്ള അളവാണിത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട്, വെള്ളം പാകത്തിനല്ല കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ച് ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേവാനുള്ള വെള്ളം മാത്രമല്ല, കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്, ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മസാലയിലോട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ മതിയാകും. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കംപ്ലീറ്റ് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെന്നല്ല, ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. അപ്പോൾ നമുക്കിതിവിടെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഗോതമ്പ് മാവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോയെന്ന് അറിയില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ചേർക്കുമ്പോഴും ഇതിലോട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എപ്പോഴും ചേർക്കുന്നതിനേക്കാളും കുറച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെപ്പോഴും സാധാരണ 2 കപ്പ് മൈദ എടുക്കുമ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പക്ഷേ ഇതിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. 1/2 കപ്പ് നിറച്ചെടുത്താൽ പാകത്തിന് ആയിക്കോളും. അപ്പോൾ ഇതിൽ കുറച്ച് കുറവുണ്ട് 1/2 കപ്പിനേക്കാളും. അപ്പോൾ എന്തായാലും ഇത് കുറച്ചേ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ വെള്ളം കൂടുതൽ ചേർക്കാൻ പറ്റൂല. 2 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രമാണ് വേണ്ടത്. വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കിത് കുറേ നാൾ ഇത് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കുറേ നാൾ നല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും മൈദ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്ക്, ഫില്ലിംഗ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ സമൂസയാണെങ്കിലും എന്താണെങ്കിലും, അപ്പം തന്നെ അതിങ്ങനെ സോഫ്റ്റായിട്ട് പോകുന്നില്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും, കുറേ നാളുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/2 കപ്പല്ല, നേരത്തെ കാണിച്ചില്ലേ കുറച്ച് കുറവുണ്ട് 1/2 കപ്പിനേക്കാളും. ആ ഒരു വെള്ളം ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പിനേക്കാളും 1-2 ടീസ്പൂൺ, ഒരു ടീസ്പൂണൊക്കെ മാത്രമേ കുറവുള്ളൂ തോന്നുന്നുണ്ടായിരുന്നത് ഞാൻ ചേർത്ത് കൊടുത്തതിൽ. അപ്പോൾ മൊത്തത്തിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നീട് നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ 1-2 ടീസ്പൂൺ മാത്രം 1/2 കപ്പിനേക്കാളും കുറവായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ. ഇതിലോട്ട് ഇനി 1 ടീസ്പൂണ് വെള്ളം ഈ ഒരു പാത്രത്തിലോട്ട്, ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മാവ് നല്ലോണം ഉണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത്
കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പലകയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നീടാണ് നമ്മൾ ഇതിലോട്ട് ആദ്യം ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷമാണ് ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പ് നിറച്ചെടുത്താൽ മതി, പാകത്തിനായിക്കോളും. പോരാ എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടാണിത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കേണ്ടത്. ആദ്യം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നീടാണ് ഇതിലോട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ നെയ്യ് കുറേശ്ശെ ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കുറേ നാൾ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ട് വെറുതെ വേസ്റ്റായി പോകും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടൂല. അത് പിന്നെ സോഫ്റ്റായി പോയാൽ പിന്നെ കഴിക്കാൻ കൊള്ളൂലല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോടെ തന്നെ ചെയ്യാം കേട്ടോ. വേറെ കുറച്ച് ജോലിയൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ട് എന്തെങ്കിലും വീട്ടിലുള്ള നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ഷമയോടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിത് അത്ര ക്ഷമയോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൊത്തത്തിലൊരു 2-3 ടീസ്പൂൺ നെയ്യൊക്കെ മതിയാകും. അപ്പോൾ ആദ്യം 1-2 ടീസ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് കുഴച്ചെടുത്ത ശേഷം വീണ്ടും 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്നാക്ക് പൊതുവേ കാസർഗോഡ് എനിക്ക് തോന്നുന്നു ഒരുപാട് തരം ഡ്രൈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കലുണ്ട്. പെരുന്നാളുടെ സമയത്തൊക്കെ നമുക്കിങ്ങനെ കുറേ ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കേടാകാത്ത. പക്ഷേ ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ നാൾ വെക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് കേടാവില്ല. പക്ഷേ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ട്രിക്കും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്താലാണ് നമുക്ക് കുറേ നാൾ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിലൊക്കെ കുറച്ച് ക്ഷമയോടെ ചെയ്യാട്ടോ. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മൊത്തം സ്പോയിലാവാനും അതുപോലെ നമുക്ക് പിന്നെ കഴിക്കാൻ കൊള്ളൂല, പെട്ടെന്ന് സോഫ്റ്റായി പോകും, മസാല കേടായി പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം ഒന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെയാണ് നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. ഒരു 10-15-20 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ മതിയാകും ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇത് മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കനിലോട്ട് മസാലയൊക്കെ നമ്മളിട്ട മുളക് പൊടിയും മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൽ ഗ്രേവി ഉണ്ട്, അത് കുഴപ്പമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. അത് കളയണ്ട, പിന്നീട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ മാത്രമായിട്ട് എല്ലിൽ നിന്നും ചിക്കനൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടാണ് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഒരു 2 ബാച്ചായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നല്ലോണം അങ്ങനെ അരച്ചെടുക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്യുക, അപ്പം തന്നെ ഓഫ് ചെയ്യുക. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഷ്രെഡായി കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ. അല്ലാതെ ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പരുവത്തിൽ അങ്ങനെയൊന്നുമല്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാനുള്ള, കൈ കൊണ്ട് തന്നെ ആക്കിയെടുക്കേണ്ട, നമ്മളിതുപോലെ ബ്ലെൻഡറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മൾ അത് ഒന്ന് ഓണാക്കി കൊടുക്കുക, അപ്പം തന്നെ ഓഫാക്കുക. അങ്ങനെ 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പാകത്തിനാകുന്നുണ്ട്. ഒന്ന് തിരിക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം ഒരു പൾസ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരിക്കൽ ഓണാക്കി തിരിച്ചു കൊടുക്കുക, അപ്പം തന്നെ ഓഫാക്കുക. പിന്നെ വീണ്ടും തിരിക്കുക, ഓഫാക്കുക. അത്രേ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 പ്രാവശ്യം ഇതും മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ചിക്കൻ മൊത്തത്തിൽ ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുള്ളിൽ നിന്നും മാറ്റിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ, വലിയ പീസസ് ഒക്കെ ഉണ്ടോയെന്നൊക്കെ. ഷ്രെഡ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് സവാള വഴറ്റാനായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം.
അപ്പോൾ ഇതിലോട്ട് ഇനി സവാള ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ട് 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിയ സവാളയാണെങ്കിൽ 2 മതിയാകും. അത്യാവശ്യം വലിയ സവാള 2 ചേർത്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ളതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിനേക്കാളും കുറച്ച് ചെറുത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് 3 എടുത്തത്. അപ്പോൾ നിങ്ങളൊരു 2.5 സവാള എടുത്താലും മതി മീഡിയം സൈസിലുള്ളത്. അപ്പോൾ ഇതിൽ എണ്ണ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് വഴറ്റിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന പരിപാടി ഉണ്ട് പിന്നീട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ, എന്നാലും നിങ്ങൾക്കിത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഞാൻ 2 പച്ചമുളക്, നല്ല വലിയ പച്ചമുളകൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. നല്ല ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. 2 ടേബിൾ സ്പൂണാണ് മൊത്തത്തിൽ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എന്ന രീതിയിൽ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂണൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറായി കിട്ടണം ചെറുതായിട്ട്, അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വാട്ടിയെടുക്കുന്ന പരിപാടിയല്ല. ചെറുതായിട്ട് ഒന്ന് വഴന്ന് കിട്ടണം. ഇത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ആ ഒരു ചിക്കനുള്ള പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതന്നെ മതിയാകും. ഇനി ഇതിലോട്ട് ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്തൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അല്ലാതെ നമ്മളെപ്പോഴും സവാള വഴറ്റിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്താൽ പോരാ, ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടതിന്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ വഴറ്റിയെടുക്കും തോറും കുറച്ച് എണ്ണ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ക്രിസ്പി പരുവത്തിൽ നമുക്കിത് ആയി കിട്ടണം. അപ്പോൾ ഞാൻ ആ ഒരു പരുവം കാണിച്ചു തരാം. നമ്മൾ അത് ഓവറായി കഴിഞ്ഞാലും നല്ലോണം ഡാർക്ക് ബ്രൗണായി ആക്കിയെടുത്താലും നമുക്ക് കഴിക്കാൻ കൊള്ളൂല. പക്ഷെ പാകത്തിന് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ് കേടായി പോകും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ആ ഒരു പരുവം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഒരുപാടൊന്നുമല്ല, 1-2 ടേബിൾ സ്പൂൺ മാത്രം ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ, അല്ലാതെ ഒരുപാട് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലും തോന്നുന്നു ഒന്നും കൂടെ നല്ലത് വെളിച്ചെണ്ണ, പക്ഷെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നന്നായിട്ട് നല്ല പരന്ന പാത്രം തന്നെ എടുക്കാം കേട്ടോ. ചെറിയ കുഴിയുള്ള പാത്രമൊന്നും എടുക്കരുത്. ഇതിനേക്കാളും പരന്ന പാത്രമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച ഈ ഒരു ചിക്കൻ ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഇതിൽ മസാല മാത്രമാണ്, മസാല പരണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, മൊത്തത്തിൽ 1-2 ടീസ്പൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിൽ ഇനി വേറെ ഉപ്പോ വേറെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് എണ്ണ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിസ്പി പരുവത്തിൽ പെട്ടെന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഇടയ്ക്ക്. ഇനിയിപ്പോൾ അങ്ങനെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത ശേഷം ഈ ഒരു ചിക്കൻ ചേർത്തിട്ടുള്ള എണ്ണ ഒരു 2-3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വേണമെങ്കിൽ മാത്രം ഇനി ഇടയ്ക്ക് 1-2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഓഫ് ചെയ്താൽ നമുക്കിത്
ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് കുറേ നാൾ വെക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് കേടാവും. നമ്മൾ കറക്റ്റ് ആ ഒരു പരുവമാക്കി എടുക്കാം കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ. എന്നാലേ നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഗൾഫിലോട്ടൊക്കെ സാധാരണ കൊടുത്ത് വിടാറുള്ളൊരു സംഭവമാണ് കേട്ടോ, ഇതിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 മാസമൊക്കെ നമുക്കിത് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചത്, 2-3-4 ദിവസത്തിലൊക്കെ ഇത് തീരുമെന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ, ഇനി വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം, ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം ഇതിൻ്റെ പരുവമെന്ന്. ഇതുപോലെ ഈ ഒരു ക്രിസ്പി പരുവത്തിൽ കിട്ടണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ, ഞാനിപ്പോൾ ഒരു മുകൾ ഭാഗത്തുനിന്ന് മാത്രമാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്ന, ഒരു പാത്രത്തിൻ്റെ സൗണ്ടൊന്നുമല്ല. നമ്മളിതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സൗണ്ടാണ് ഈ ഒരു ക്രിസ്പി പരുവത്തിലുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ട. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് കോഴിയടയുടെ മസാല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സെയിം ബീഫ് വേവിച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മൈദമാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ആയല്ലോ ഇത് മൂടി വെച്ചിട്ട്. ഇനി ഇത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സൈസിൽ ഇത് ബോൾസ് ആക്കി എടുക്കുക. അതിനേക്കാൾ കുറച്ച് വലുതായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് തന്നെ പരത്താം. നമുക്കപ്പോൾ കുറേ ഇതായിട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ ഇതായിട്ട് പരത്തിയെടുത്താൽ, വലിയ ഷീറ്റായിട്ട് പരത്തിയെടുത്താൽ നമുക്കിതിൻ്റെ കോഴിയടക്ക് ചെറിയ ഒരു ഇതാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ്, ഇത് സൈസിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം അങ്ങനെ നല്ലോണം തിന്നാക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കണ്ട. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതിനേക്കാളും കുറച്ചൊന്ന് തിന്നായിട്ട് പരത്തിയാൽ മതി, അല്ലാതെ ഓവറാക്കിയിട്ട് തിന്നാക്കി എടുക്കണ്ട. അപ്പോൾ അത് പിന്നീട് മസാല വെക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുപോലെ നല്ലോണം കട്ടിക്കുമല്ലോ കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനേക്കാളും ഒരു പൊടിക്ക് തിന്നാക്കി എടുത്താൽ മതി. ഇപ്പോൾ സാധാ മൈദമാവന്നെ തൂകിയിട്ട് നന്നായിട്ടൊന്ന് ഇത് പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരുപാട് അങ്ങനെ മൈദ മാവ് പിന്നീട് തൂക്കി കൊടുക്കേണ്ടി ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാവ് ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ സാധാ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ള മാവല്ല. നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ കുറേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. ഒന്നിച്ച് തന്നെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബൗൾ വെച്ചിട്ട് ഒരിച്ചിരി വേണമെങ്കിൽ എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ മാത്രം ഒരു ബൗളിൽ ജസ്റ്റ് എണ്ണ കുറച്ചൊന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വലിയ ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിനേക്കാൾ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വലിയ ഇതാക്കി എടുക്കാം. പക്ഷേ ഈ ഒരു സൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. നല്ലോണം വലുതാക്കിയെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള കട്ട് ചെയ്തെടുത്ത മാവ് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ച് വീണ്ടും പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലൊന്ന് നിരത്തി തന്നെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലോട്ടും നമുക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആദ്യം നിരത്തിയിട്ട് തന്നെ വെക്കാൻ കഴിയുന്നതും, എന്നിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഈ ഒരു ഷീറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പറഞ്ഞൊരു കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഷീറ്റ് പോലെയാണെന്നുള്ളത്. അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവമല്ല. നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരിതൊക്കെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഷീറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു തിന്നായിട്ടാണ് ഇതിന് കട്ട് ചെയ്തിട്ട് പരത്തി എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലോണം തിന്നുമല്ല നല്ലോണം തിക്കുമല്ല. ഈ ഒരു പരുവത്തിൽ ഇതുപോലെ ഓരോന്നും നമ്മൾ പരത്തി കട്ട് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആക്കി വെക്കാം ആദ്യം. അപ്പോൾ നല്ലോണം അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് വെക്കണ്ട കേട്ടോ. പിന്നെ സ്പോയിലാവേണ്ട, നമുക്ക് പിന്നെ മൊത്തത്തിൽ പിന്നെ പണിയാവും. അപ്പോൾ 2 പ്ലേറ്റിലൊക്കെ വെക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഒരു നല്ല ചെറിയ പ്ലേറ്റൊക്കെ ആണെങ്കിൽ, ഇതുപോലുള്ള മീഡിയം സൈസിലുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ 2 പ്ലേറ്റിലൊക്കെ വെച്ചാൽ മതി.
ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതാക്കിയെടുക്കാം. ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഇത് മടക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ എനിക്കത്ര ഒട്ടുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളമാണ് ഇതിൻ്റെ അറ്റത്തൊന്ന് ഡിപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരുപാടൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് മാത്രമായിട്ട് പുറത്തൊന്നും വരാത്ത രീതിയിൽ നടുക്ക് മാത്രമായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഫില്ലിങ് ഇട്ട് കൊടുക്കാണ്ട്, നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഞാൻ ഓയിലൊന്ന് വിരൽ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിക്കിടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു മാവ് ഡ്രൈ ആണല്ലോ. എണ്ണ വേണമെങ്കിൽ ഒട്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ അത്ര ഒട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തത്. ഒരു പൊടിക്കാണ് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, അതാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഒട്ടിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഇത് എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് അത് ഓപ്പണായി പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വേറെ നമ്മൾ ഇതുപോലത്തെ സ്നാക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാവ് കുറച്ച് ഒരു സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഒട്ടി വരുന്നുണ്ട്. എണ്ണയിലോട്ട് ഇടുമ്പോൾ അങ്ങനെ ഓപ്പൺ ആവുന്നൊന്നുമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഓപ്പണായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ പുറത്ത് വന്നാൽ നമുക്ക് പിന്നെ മൊത്തത്തിൽ എണ്ണയൊക്കെ ഒരു കളറൊക്കെ മാറി വന്നിട്ട് ഒരു സ്പോയിലായി പോവും. നമുക്ക് പിന്നെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക. നന്നായിട്ട് ആദ്യം നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഡിസൈനാക്കി കൊടുക്കുകയോ പിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഡിസൈനാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് മെയിനായിട്ട് വേണ്ടത്. നന്നായിട്ട് തന്നെ ഇതുപോലെ വെള്ളം ഇതുപോലെ അറ്റത്തേക്ക് മാത്രം കുറച്ചാക്കി കൊടുത്തിട്ട്, അപ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരിച്ചിരി ഇങ്ങനെ വെള്ളം ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉള്ളൊരു ഇതുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞൊരു നമ്മളങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത സംഭവം നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എപ്പോഴും നമുക്ക് ചെയ്യണമെന്നല്ല, നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് പറ്റും, എനിക്കും ഇത് പറ്റും എന്ന രീതിയിൽ നമ്മൾ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന രീതിയിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തെടുക്കുക. ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ നമുക്ക് ഹെൽപ്പിന് ആളൊക്കെ വേറെ ഒരാളും കൂടെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല സുഖമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാത്ത നമുക്ക് വലിയ പണിയൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ 2 ആളായിട്ടും 3 ആളായിട്ടൊക്കെ ചെയ്യുമ്പോൾ വലിയ പണിയായിട്ട് തോന്നില്ല. നമ്മൾ ഒറ്റയ്ക്കെല്ലാം കൂടെ ചെയ്യുമ്പോഴാണിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എനിക്കിത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാട്ടോ. എന്തായാലും അതാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ മതി, എണ്ണയൊക്കെ ഫുള്ള് സ്പോയിലാവും, കളറൊക്കെ മാറും. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കോഴി അടയുടെ കളർ മാറും, അങ്ങനെയൊക്കെ ആയിട്ട് വരും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് സൂം ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവരുതല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളും കുറച്ച് കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. നമുക്കിത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാം. വേറെ തന്നെ ഒരു ഡിഫറെൻ്റാണ് ഈ ഒരു സ്നാക്ക്. ഇതിൻ്റെ മസാലയാണെങ്കിലും കഴിക്കുമ്പോൾ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ മസാല ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് മൊത്തത്തിൽ. എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ 2-3 ആളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറേ എണ്ണം അധികം ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം പണിയായിട്ട് തോന്നലുണ്ട്. അല്ലാത്ത 2 ആളും 3 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഈസിയാണിത്. ഇനി ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കണം, ഇങ്ങനെ ഇത് നന്നായിട്ട് രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിരിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര പിരിച്ചെടുക്കാൻ അങ്ങനെയൊന്നും അറിയുന്നില്ല, അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന്
ആക്കിയെടുത്താൽ മതി. എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ 1 2 ഒക്കെ ആദ്യം ഇട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സമയത്ത് മാത്രം നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണക്ക്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ഓവറായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൊങ്ങി വരുന്ന ഒരു പരുവുണ്ടല്ലോ, ഒരു ബബിൾസ് പോലെ. അങ്ങനെയൊക്കെ ആവണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ ഇത് തിരിച്ചു മറിച്ചുമിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും പൊട്ടിയിട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയാൽ മതി, മൊത്തത്തിലാകെ കൊളാവും ഫില്ലിങ്ങൊക്കെ പുറത്ത് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണമെന്ന്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ച് മറിച്ചുമിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതി രണ്ട് സൈഡും. ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമ്മൾ രണ്ടാമത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് എണ്ണ ചൂടായ ശേഷം രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടല്ലേ ഉള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതറിയാം എത്ര നല്ല ക്ലിയർ ആണ് സംഭവം എന്ന്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോഴുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. ഞാനിത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ടത് അത്ര പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. പിന്നെ വേറൊരു ദിവസം ഉണ്ടാക്കിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് എന്തെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരലുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ കഴിച്ചിട്ടുമില്ല. ഞാനൊരു 2-3 പ്രാവശ്യമാണ് ഇത് കഴിച്ചിട്ടുള്ളത്. എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കോഴിയട ബീഫട എന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ, ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുള്ളത്. പിന്നെ ഇവിടെ മാംഗ്ലൂർ ആണെങ്കിലും ഇങ്ങനെ ദീപാവലി സമയത്തൊക്കെ ഫില്ലിങ് മധുരമായിരിക്കും, സ്വീറ്റായിരിക്കും. എല്ലാ സ്നാക്കും തരുന്ന കൂട്ടത്തിൽ ദീപാവലിൻ്റെ സമയത്ത് ഇതും കൂടെ അവർ തരാറുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നിച്ചുണ്ടാവലുണ്ട്. പക്ഷേ ഫില്ലിങ് സ്വീറ്റാണ്, പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പുറം പാകമൊന്നും ഇത്ര ക്രിസ്പിയൊന്നുമല്ല, കുറച്ച് ഹാർഡായിട്ടാണുള്ളത്. നമുക്ക് കഴിക്കാനൊന്നും അത്ര രസമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്ന രീതിയിൽ അത്രയും ക്രിസ്പിയാണ് സംഭവം. ഇതിപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 4-5 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള അളവാണ് കേട്ടോ നമ്മളെടുത്ത മാവിലുള്ളത്. ഇത് ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട്, നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ വെക്കാനായിട്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്